സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവജ്ഞാനെ മഹത്വപ്പെടുന്ന ആരാധിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാണ്. ഹല്ലേലൂയ. വാസവും പ്രാർത്ഥനയോടും ദൈവസന്നിധി നമ്മളായിരിക്കുമ്പോൾ ദൈവത്തിന് ചിലത് പ്രാപിച്ചെടുക്കുവാൻ നമുക്ക് രാത്രികാലം ഇടയായി തരട്ടെ. ദൈവങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്നേഹസമ്പന്നനായ ദൈവമേ, പിതാവേ, അവിടുത്തെ പുത്രന്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൽ ഞങ്ങളെ വീണ്ടെടുത്ത ദൈവത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നേ സന്ധ്യാസമയം കർത്താവിന്റെ പാദപീഠത്തിൽ ഞങ്ങളായിരിക്കുന്ന പിതാവേ, നീ ഞങ്ങളോട് കരുണ കാണിക്കണം, മനസ്സറിയണമേ, ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങളെല്ലാം കർത്താവിന്റെ അവസരത്തിൽ വ്യത്യാസം വരുത്തണമേ. നീ നിന്റെ ജനത്തെ സന്ദർശിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ഈ ദിവസം ഞങ്ങളെ സന്ദർശിക്കുന്ന ദിവസമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരപുരുഷൻ ഞങ്ങളുടെ മേൽ വ്യാപിക്കുമാറാകണമേ. ഒരു അത്യന്ത ശക്തിയെ മൺകുടാരത്തിൽ ഒഴുക്കണമേ കർത്താവേ. കർത്താവിന്റെ അഭിനന്ദനത്തെ ശക്തിപ്പെട്ടു നേർവാൻ ഞങ്ങളെ സഹായിച്ചാൽ സർവായുധം ഞങ്ങളെ ധരിപ്പിച്ചാൽ ദിവസങ്ങൾ ഓട്ടം വിടുവാൻ ഞങ്ങളെ ഏൽപ്പിച്ചൊക്കെ വിശ്വസിയോട് ചെയ്തെടുക്കുവാൻ ആവശ്യമായ കൃപ ഞങ്ങളുടെ മേൽ കർത്താവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാർത്ഥനയോട് വാസ്തവോട് കടന്നു വരുന്ന ദൈവത്തെ അവിടുന്ന് കടാക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവെ, ഞങ്ങളെ തൊടുമാറാകണമേ, ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. ആത്മീയ പൂർത്തിയിലേക്ക് നേട്ടങ്ങളിലേക്ക് ഞങ്ങളെ നടത്തുമാറാകണമേ എന്ന് ദൈവത്തോട് ഞങ്ങൾ അപേക്ഷിക്കും. കർത്താവെ, ഞങ്ങളാവുന്നതിന്റെ കൃപയല്ലാതെ ഞങ്ങൾക്കൊന്നും വീഴുവാനില്ലല്ലോ. കർത്താവെ, ഓരോ ദിവസവും ഞങ്ങളെ നടത്തുന്ന എല്ലാ വഴികൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് മുഴുവൻ ഞങ്ങളെ സൂക്ഷിച്ച് ഞങ്ങളെ പരിപാലിച്ചതായ സ്തോത്രം. കർത്താവേ, ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ. കടന്നുപോയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടെ യാത്രയിലെല്ലാം ദൈവസാന്നിധ്യ പരിപാലനം കൂടിയിരിക്കണമേ. അവരെ സാന്നിധ്യത്തിൽ മറയ്ക്കണമേ. നാളെ കടന്നുപോകുന്നതിനെയും ദൈവകരങ്ങൾ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ദൈവകരങ്ങൾ ഓരോരുത്തരെയും മേൽപ്പ് കർത്താവേ, പാടുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ കർത്താവേ. ഏകാഗ്രതയോടെയായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മൺപാത്രങ്ങളെ നീ ഒന്ന് ബലപ്പെടുത്തണമേ കർത്താവേ. ഹല്ലേലൂയ. നിന്റെ ഹല്ലേലൂയ കൈപ്പണിയായിരിക്കും ഞങ്ങളോട് കടാണിക്കണമേ. ഞങ്ങളുടെ പോരായ്മകളെല്ലാം നികത്തണമേ കർത്താവേ. ഞങ്ങളുടെ അവസ്ഥകൾക്കെല്ലാം വ്യത്യാസം വരുത്തണമേ കർത്താവേ. ഹല്ലേലൂയ. പാടുവാനുള്ള കൃപകൾ പാടുന്നവരെ അനുഗ്രഹിച്ചാണ്. ഹല്ലേലൂയ. ദൈവത്തെ സൃഷ്ടിയാസനെ ബലപ്പെടുത്തിയാണ് വചനത്തിന്റെ വാതിലെ തുറന്നുകൊടുത്താണ് കർത്താവേ. കടന്നു വന്ന ഓരോ വ്യക്തികളായി ഞങ്ങളെല്ലാവരും ദൈവങ്ങളെ ഏൽപ്പിക്കുന്നു. കടന്നു വരുവാനുള്ള ദൈവങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവെ, എല്ലാവരെയും അനുഗ്രഹിച്ച് ആശ്വസിച്ചാണ്. പ്രാർത്ഥനകളായി സ്തോത്രം. മൗത്തജ്ഞാന പിതാവ് എടുക്കണം. വരവിന് വേണ്ടി ഒരുക്കണം. കൃപയിൽ പൊതിയണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ കേൾക്കുമാറാകണമേ. Jesus, He knew the cross, where a precious fountain, free to all the healing stream, flows from Calvary's mountain. In the cross
പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവരുടെ വിശുദ്ധമായ ശക്തമായ ഇടപെടലുകൾ ഹല്ലേലൂയ. നമ്മുടെ എല്ലാ സമയത്തും ആരാധിക്കും. ഹല്ലേലൂയ. ഉപവാസ പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയങ്ങളുടെ മനുഷ്യൻ ശക്തിപ്പെടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിന്റെ നേതൃത്വം ചെയ്യാം. ഹല്ലേലൂയ. 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 നമ്മുടെ കരുത്തിലൂടെ മനുഷ്യന്മാർ ഹല്ലേലൂയ. നമ്മുടെ വേദനകളിൽ ഹല്ലേലൂയ. 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 യേശുവിന്റെ നേതൃത്വം
Oh,
നമുക്ക് സ്തോത്രത്തിൽ ജാഗരിക്കാം. എല്ലാവരും സ്തോത്രത്തിൽ എത്തുന്നതാണ് ജാഗരിക്കാം. ദൈവമക്കളെ കൂടി വരുമ്പോൾ, ദൈവസന്നിധിയിൽ കൂടി വരുമ്പോൾ ദൈവനാമം ഉയർത്തപ്പെടുവാൻ തക്കവണ്ണം ദൈവനാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം സ്തോത്രത്തിൽ ജാഗരിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുക. കർത്താവിന്റെ നാമം ഉയർന്നിരിക്കുമാറായിരുന്നു. നമ്മളാൽ ഉയർത്തുവാൻ വേണ്ടിയില്ലെങ്കിലും നമ്മുടെ നാവിനാൽ കർത്താവിന്റെ നാമം ഉയർത്തിയില്ലെങ്കിൽ ഉയർന്നു തന്നെയാണ്. ദൈവത്തെ ആത്മാർത്ഥമായി ആരാധിക്കുമ്പോൾ, നിഷ്കളങ്കമായ വ്യക്തി ആരാധിക്കുമ്പോൾ നമ്മുടെ കൃപയുടെ കരങ്ങളിൽ ചാഞ്ഞ് നമ്മളെ തൊട്ട് നമ്മളെ അനുഗ്രഹിക്കാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. ഈ പ്രാവശ്യം ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ സെക്ഷനിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളും ദൈവസന്നിധി ഇതുപോലെ കൂടി വരുവാനൊക്കെ കർത്താവ് നമുക്ക് അവസരങ്ങളെ നൽകിയത്. ഈ കടന്നു വന്നിരിക്കുന്ന ദൈവത്തിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്പമായ കടപ്പിന്റെ ശൈത്യത്തിന്റെ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രായമുള്ളവരെ സംബന്ധിച്ച് അത് പ്രയാസമാണ് എന്നെനിക്കറിയാം. എന്നാൽ അതിനൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കടന്നു പോകാൻ അല്പസമയമെങ്കിലും ദൈവത്തെ ആരാധിക്കുന്നത്, ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്നത് ദൈവത്തിന് നമുക്ക് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഉപവാസ പ്രാർത്ഥനയില് എന്തൊക്കെയാണ് നാം അതിന് മനസ്സിലാക്കേണ്ടത്? അനേക കാര്യങ്ങൾ ദൈവത്തിൽ കൂടുതൽ മനസ്സിലാക്കിയിട്ടുണ്ട്. മറ്റുള്ളതായ പ്രാർത്ഥനകളിൽ പലപ്പോഴും നമുക്ക് കൂടുതൽ സമയത്ത് പ്രാർത്ഥിക്കാൻ കഴിയില്ലെങ്കിൽ നമ്മുടെ ഭാരപ്പെടുന്നതായ വിഷയങ്ങൾ, നമ്മളൊക്കെ വഹിക്കുവാൻ കഴിയാത്ത വിഷയങ്ങൾ അത് പേരിൽ നാം ചുമന്നുകൊണ്ട് നടക്കുന്ന ദിവസങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളല്ല, അല്ലേ? അതിന്റെയൊക്കെ ഒരു വിടുതലുകൾ നാം ഈ ദിവസങ്ങളിൽ അനുഭവിക്കണം, നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേക വിഷയങ്ങൾ ഓർത്ത് നാം പ്രാർത്ഥിച്ചതിനൊക്കെ വിടുതൽ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ഓർത്തുകൊണ്ട് കർത്താവിനെ നമുക്ക് രണ്ട് സമയം ശ്രദ്ധിക്കാം. ഈ സന്ധ്യാസമയത്ത് ദൈവത്തെ ആരാധിക്കുവാൻ ഏഴാമത്തെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട്. അതിങ്ങനെയാണ്: മിഥ്യാന്റെ പാളയത്തിലേക്ക് ഒരു യവത്വത്തെ കൊണ്ടുവന്നു. എവിടെ പോകും? മിഥ്യാനെ സംശയമുണ്ടെന്ന് വായിച്ചു. ഏഴാം പുസ്തകം 7-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. ഇതയം ചെല്ലുമ്പോൾ ഒരുത്തൻ മറ്റൊരുത്തനോട് ഒരു സ്വപ്നം വിവരിക്കുകയായിരുന്നു. ഞാനൊരു സ്വപ്നം കണ്ടു. ഒരു യവത്തപ്പം മിഥ്യാന്യരുടെ പാളയത്തിലേക്ക് ഉരുണ്ടുവന്ന് കൂടാരം വരെ എത്തി അതിനെ തള്ളിമറിച്ചിട്ട് ഒരു യവത്തപ്പം മിഥ്യാന്യ കൂടാരത്തിലേക്ക് കടന്നു വന്ന് ഉരുണ്ടുവന്ന് അതിനെ തകർത്ത് കളഞ്ഞിട്ടും ഈ അപ്പത്തിൽ ഉരുണ്ടോടും കഴിയില്ല. അത് ശത്രുപാളയത്തെ തകർക്കുവാൻ തക്കവണ്ണം ദൈവമക്കളുടെ പ്രാർത്ഥനയാണ് ഏറ്റവും കരുത്തുള്ളത്. പ്രാർത്ഥനയാണ് ശത്രുപാളയത്തെ തകർക്കുവാൻ തക്കവണ്ണയായിരിക്കും. ശക്തമായി നമുക്ക് നിരാശിക്കാൻ പ്രാർത്ഥിക്കാം. ദൈവങ്ങളെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. വായിക്കുന്ന ഉപവാസത്തിന്റെ ദിവസങ്ങളെ അനുഗ്രഹത്തിനായിട്ട്, ഇന്ദിരാശികളെ അനുഗ്രഹത്തിനായിട്ട്, വിടുതലിന്റെ ആവശ്യത്തിന് വേണ്ടി നമുക്ക് ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കാം. ഇത്രയും മുകളിൽ നമുക്ക് ദൈവത്തിൽ സന്നിധിയിൽ അടുക്കില്ല. അവൾ മനസ്സിലുള്ള ദൈവമാണ്. അവൾ കരയുള്ള ദൈവമാണ്. എന്റെ മക്കളെ അപേക്ഷ കേൾക്കുന്ന ദൈവമാണ്. അവൾ കുടിഞ്ഞിരിക്കുന്നവരെ ഉയർത്തുന്ന ദൈവമാണ്. ബലമില്ലാത്തവർക്ക് ബലം കൊടുക്കുന്ന ദൈവമാണ്. ശക്തിയില്ലാത്ത
Praise the Lord. Hallelujah, hallelujah, hallelujah. Oh, hallelujah, hallelujah, hallelujah. Hallelujah, hallelujah. Diyodara stotram, 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 stotram. Hallelujah.
ഈ സന്ധ്യാസമയം കൂടുവാനായി കർത്താവിനെ സഹായിച്ച ദൈവത്തിന്റെ ഉപകാരങ്ങളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന് സ്തോത്രം. നമ്മുടെ ഈ ദിവസങ്ങളൊക്കെ സുഖമില്ലാതിരിക്കുമ്പോൾ വീണ്ടും സുഖമില്ലാതെ പ്രാർത്ഥിക്കുന്നു. കർത്താവിന് സ്തോത്രം. 23-ാം സങ്കീർത്തനം വായിക്കും. സാംസ് 23. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികെ എന്നെ നടത്തുന്നു. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമത്തിൽ എന്നെ നീതിപാതകളിൽ നടത്തുന്നു. സൂര്യനും താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വഴിയിൽ പോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാലപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. വേദപുസ്തകത്തിലെ വചനങ്ങളിൽ ഏറ്റവും അധികം നമ്മൾ ഹൃദിസ്ഥമാക്കുന്ന ഒരു അധ്യായമാണ് 23-ാം സങ്കീർത്തനം. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ആദ്യം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സങ്കീർത്തനമാണിത്. ദൈവമക്കൾക്ക് ഈ സങ്കീർത്തനം വായിച്ച് പഠിച്ച് അതിലൂടെ വളരെ ആശ്വാസം ലഭിക്കാറുണ്ട്. ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ ആശ്രയത്തിൻ്റെ സങ്കീർത്തനമാണ് ഈ 23-ാം സങ്കീർത്തനം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതൽ ഒരു ഇടയന്റെ ആവശ്യകത. നമുക്ക് അപ്പനുണ്ട്, അമ്മയുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്. ഈ ബന്ധങ്ങളെല്ലാം ഈ ലോകത്തിൽ ഉണ്ടായിരിക്കുമ്പോഴും അതിനേക്കാളെല്ലാം അതീതമായ ഒരു ബന്ധം, അതിനെക്കുറിച്ചാണ് ദൈവത്തിന്റെ മനുഷ്യൻ ഈ വാക്കുകളിൽ നമ്മോട് പറയുന്നത്. ഒരു നല്ല ഇടയന്റെ ആവശ്യകത. We need a shepherd more than any other relationship on this earth. A shepherd. So what is the difference between the relationship that we have on this earth and the shepherd? മറ്റുള്ള എല്ലാ ബന്ധങ്ങളിൽ നിന്നും അസാധാരണമായ ഒന്ന് ഇടയന്റെ ബന്ധമാക്കി തീർക്കുന്നതിന്റെ കാരണം എന്താണ്? ഈ ലോക ജീവിതത്തിൽ ദൈവവൈതലിനെ കുറിച്ച് ഓരോ മനുഷ്യനെ കുറിച്ചും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, മേച്ചൽപ്പുറം അന്വേഷിച്ച് നടക്കുന്ന ഒരുവനാണ് മനുഷ്യൻ. മേച്ചൽപ്പുറങ്ങളിലൂടെ നടക്കുന്ന മനുഷ്യൻ, അന്വേഷിച്ച് നടക്കുന്ന മനുഷ്യൻ. കണ്ടെത്തുന്നതെല്ലാം മേച്ചൽപ്പുറങ്ങളായിരിക്കണമെന്നില്ല. ആ മേച്ചൽപ്പുറങ്ങളിലൂടെയുള്ള അന്വേഷണത്തിനകത്ത് പലപ്പോഴും വഴിതെറ്റിപ്പോകാറുണ്ട്. ഹല്ലേലൂയ. നല്ല ഇടയന്റെ സംരക്ഷണത്തിലും നടത്തിപ്പിലും പോകുന്ന ആടുകൾക്കും ജീവിതയാത്ര മുഴുവനും പച്ചമേച്ചിൽ പുറങ്ങളല്ല എന്നും ഈ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നു. സ്തോത്രം. കാരണം ഇതിൻ്റെ 2-3 വാക്യങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ 4-5 വാക്യങ്ങളിൽ നമുക്കത്ര സന്തോഷമില്ലാത്ത വാക്കുകളുമാണ് പറഞ്ഞേക്കുന്നത്. 2-3 വാക്യങ്ങളിൽ യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് കുറവുകളൊന്നും ജീവിതത്തിൽ ഉണ്ടാകത്തില്ല, പച്ചയായ മേച്ചിൽപ്പുറങ്ങൾ, സ്വസ്ഥതയുള്ള വെള്ളം, പ്രാണന് തണുപ്പ്, നീതിപാതകളിൽ നടപ്പ്, ഇതെല്ലാം എനിക്ക് കിട്ടുന്നു. എന്നാൽ ഈ ഇടയന്റെ കൂടെ നടക്കുമ്പോഴും എന്തുണ്ട്? കുരുൾ താഴ്വര, ഹല്ലേലൂയ, അനർത്ഥം, ഭയം, വടിയും കോലും, ശത്രുക്കൾ, ഹല്ലേലൂയ, തലയിലുണ്ടാകുന്ന ക്ഷതങ്ങൾ, ഇങ്ങനെയുള്ള അനേക പ്രശ്നങ്ങൾ
ഈ നല്ല ഇടയന്റെ കൂടെ നടന്നിട്ടും ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ ഇടയൻ ഇല്ലാതെ നടന്നാൽ ജീവിതത്തിന്റെ സ്ഥിതി എന്തായിരിക്കും? ബാക്കിയുള്ളവരെ കൊണ്ടൊക്കെ ജീവിക്കാൻ കഴിയത്തില്ലെന്നാണ് ദൈവത്തിന്റെ പൈതൽ പറയുന്നത്. ഒരപ്പന് നല്ല ഇടയനാകാൻ ഒക്കത്തില്ല, അമ്മയ്ക്കാകാൻ പറ്റത്തില്ല, ബന്ധങ്ങൾക്കൊന്നും ആകാൻ പറ്റത്തില്ല, ആരിലും ആശ്രയിക്കാൻ പറ്റത്തില്ല. ഈ ലോകത്തിലെ, ഈ രാജ്യത്തിലെ അനേക കുഞ്ഞുങ്ങളെ കൗൺസിലിംഗ് നടത്തുന്ന ആളുകൾ പറയുന്ന പ്രശ്നം, അനേക കുഞ്ഞുങ്ങളും ഡീഫോംഡ് ആയിട്ട് അവരുടെ രൂപീകരണത്തിൽ തന്നെ അവരെ മാനസിക ബലമില്ലാത്തവരായി തീരുന്നതിൻ്റെ കാരണം ഏറ്റവും അടുത്ത ബന്ധങ്ങൾ അവരെ ദ്രോഹിച്ച ദ്രോഹങ്ങളാണ്. ചിലയിടത്ത് അപ്പൻ തന്നെയാണ്, ചിലയിടത്ത് ഏറ്റവും അടുത്ത ബന്ധുക്കളാണ്. ഇങ്ങനെ ഉള്ളവരിൽ നിന്ന് അനുഭവിച്ച തിക്ത ഫലങ്ങളാണ് അനേക കുഞ്ഞുങ്ങളുടെ ജീവിതം മുഴുവനും മാനസിക ബലമില്ലാത്തവരായി തീരാൻ കാര്യം. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് ഈ ലോകത്തിൽ ആർക്കും ഈ റോൾ ഏറ്റെടുക്കാൻ കഴിയത്തില്ലെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന്റെ ഭക്തൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന യഹോവ, എനിക്കൊരു നല്ല ഇടയനെ വേണം. എനിക്ക് എന്തുകൊണ്ട് നല്ലൊരു ഇടയനെ വേണം? എൻ്റെ ജീവിതയാത്ര ഒരു വലിയ തീർത്ഥയാത്രയാണ്. ഈ തീർത്ഥയാത്രയിൽ ഞാൻ ഈ ജീവിതത്തിൽ ഇങ്ങനെയുള്ള എല്ലാ ജീവിത സാഹചര്യങ്ങളിലൂടെ പോകുന്ന ആളായതുകൊണ്ട് ഇതിൻ്റെ എല്ലാ നടുവിൽ എന്നെ നടത്താൻ കഴിയുന്ന ഒരു ഇടയൻ വേണം. ഐ നീഡ് എ ഗൈഡ്, എ ഷെപ്പേർഡ് who can guide me, keep me, provide me, lead me through all these situations in life. ഈ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും എന്നെ നടത്താൻ കഴിവുള്ള ഒരു ഇടയൻ. അതാർക്ക് മാത്രമേ കഴിയത്തുള്ളൂ? ഇതിൻ്റെ എല്ലാ ഉടമസ്ഥനായവന് മാത്രമേ ഇതിൻ്റെ എല്ലാ നടുവിലൂടെ എന്നെ നടത്താൻ കഴിയത്തുള്ളൂ. കർത്താവിന് സ്തോത്രം. അതാണ് ഈ സങ്കീർത്തനത്തെ ഹൃദയത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നാക്കി തീർക്കുന്നതിൻ്റെ കാരണം. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഒരു കുഞ്ഞൊരു ദിവസം വാക്യമത്സരം പറയാൻ വേണ്ടി അവൻ പോയി നിന്നു. അവനെ പറയാൻ ആഗ്രഹിച്ച വാക്യം സങ്കീർത്തനം 23. അവൻ പറഞ്ഞു, യഹോവ എൻ്റെ ഇടയനാകുന്നു. ബാക്കി അങ്ങ് മറന്നുപോയി. അവൻ പിന്നെ ഒന്നുകൂടെ പറഞ്ഞു, യഹോവ എൻ്റെ ഇടയനാകുന്നു. അവന് ബാക്കി ഓർമ്മ കിട്ടിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു നോക്കിയിട്ട് ഒന്നുകൂടെ പറഞ്ഞു, യഹോവ എൻ്റെ ഇടയനാകുന്നു. എന്നിട്ടും കിട്ടുന്നില്ല. അവൻ പറഞ്ഞു, യഹോവ എൻ്റെ ഇടയനാകുന്നു, അത് മതി എന്ന് പറഞ്ഞിട്ട് അവൻ പോയി അങ്ങിരുന്നു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അത് തന്നെയാണ് ഈ സങ്കീർത്തനക്കാരനും പറയുന്നത്. യഹോവ എൻ്റെ ഇടയനാകുന്നു, അത് മതി എന്ന് പറഞ്ഞിട്ട് പറയുന്നത്, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. കർത്താവിന് സ്തോത്രം. ഇന്നത്തെ TV-ക്കകത്തൂടെ ആളുകൾ പ്രസംഗിക്കുന്ന പോലുള്ളൊരു പ്രസംഗമല്ല സങ്കീർത്തനക്കാരൻ പറഞ്ഞു. എന്തേ? യഹോവ ഇടയനായാൽ പിന്നെ നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ, നിനക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ദൈവസന്നിധിയിൽ വെച്ചങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. അതേ തൊട്ടങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. അതിൻ്റെ പടം വരച്ച് വെച്ചങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. അതിൻ്റെ പേര് പറഞ്ഞങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. ഇങ്ങനൊന്നും അല്ല പറഞ്ഞത്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം എനിക്ക് കിട്ടുമെന്നല്ല, ഞാൻ പ്രാർത്ഥിക്കുന്നതെല്ലാം എനിക്ക് കിട്ടുമെന്നല്ല, ഞാൻ പ്രതീക്ഷിക്കുന്നതെല്ലാം ജീവിതത്തിൽ കിട്ടുമെന്നല്ല. എൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആവശ്യങ്ങളുണ്ട്. കർത്താവിന് സ്തോത്രം. അവയുടെ മുമ്പാകെ എനിക്ക് കുറവുകളൊന്നും വരുത്തത്തില്ലെന്നാണ് പറഞ്ഞത്. കർത്താവിന് സ്തോത്രം. എനിക്ക് ആവശ്യങ്ങളുണ്ട്, അതിൽ കുറവുകൾ വരുത്താതെ ഈ നല്ല ഇടയൻ എന്നെ നടത്തും. ആ നടത്തിപ്പിനകത്ത് ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്താണ്? പച്ചയായ പുൽപ്പുറങ്ങളിൽ എന്നെ കിടത്തുന്നു. യഹൂദന്മാരുടെ നാട്ടിൽ പോയിട്ടുള്ളവർക്കറിയാം, ആ നാടൊരു പച്ചപ്പിന്റെ നാടല്ല. ആ നാട് ഒരു വരൾച്ചയുടെ നാടാണ്. കുന്നുകളും മലകളും ഇഷ്ടം പോലെ, ഉരുളം കല്ലുകൾ ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ കിടക്കുന്ന കാണാം. സ്തോത്രം. ഒരു മേച്ചിൽപ്പുറം, ഒരു പച്ചപ്പുറം കാണണമെങ്കിൽ ഒത്തിരി സഞ്ചരിച്ചെങ്കിൽ മാത്രമേ എവിടെയെങ്കിലും ഒരു പച്ചപ്പുറം കാണത്തുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് ഇടയന്മാരെ, ആ നാട്ടിലെ ഇടയന്മാരെ അവര്
ഈ നാട്ടിലെ പക്ഷികൾ യാത്ര ചെയ്യുന്ന പോലെ ഓരോ കാലത്തിനനുസൃതമായിട്ട് മൈലുകൾ 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 യാത്ര ചെയ്യുന്ന ആളുകളാണ് ആ ഇടയന്മാർ. അങ്ങനെ യാത്ര ചെയ്തെങ്കിലേ ഒരിടത്ത് നിന്ന്, ഒരു മേച്ചൽപ്പുറത്ത് നിന്ന് അടുത്ത ഒരു മേച്ചൽപ്പുറം കണ്ടെത്താൻ അവർക്ക് കഴിയത്തുള്ളൂ. കർത്താവിന് സ്തോത്രം. അങ്ങനെ ഉണങ്ങി വരണ്ട ഒരു ദേശത്ത്, മേച്ചൽപ്പുറങ്ങൾ കാണാനില്ലാത്ത ഒരു ദേശത്ത് ദൈവം തൻ്റെ പൈതലിനെ കുറിച്ച് പറയുന്ന കാര്യമാണ്, നിനക്ക് പച്ചമേച്ചിൽപ്പുറങ്ങൾ, ഈ വരൾച്ചയുടെ ദേശത്ത് പച്ചമേച്ചിൽപ്പുറങ്ങൾ. ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം. അപ്പോൾ അസാധാരണമായ ജീവിതാനുഭവങ്ങളെ ദൈവം നൽകി നടത്തുമെന്നാ പറഞ്ഞത്. കണ്ണുകൊണ്ട് നോക്കിയാൽ കാണത്തില്ല, എന്നാൽ ജീവിതത്തിൽ നിനക്കത് അനുഭവിക്കാൻ പറ്റും. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റാത്തത്, നാട്ടുകാരൊന്നും നോക്കിയാൽ കാണാൻ പറ്റാത്തത്, ദൈവം നിന്റെ ഇടയനാണെങ്കിൽ നിനക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെ തന്ന് നിന്നെ നടത്തുമെന്ന്. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. പച്ച മേച്ചിൽ പുറങ്ങൾ. സ്തോത്രം. ഇന്നലെ തിന്നടത്ത് തന്നെ ഇന്നും കിടന്ന്, ആ തിന്നടത്ത് തന്നെ നാളെയും കിടന്ന്, അവിടെ തന്നെ പിന്നെ അടുത്ത ദിവസവും കിടന്ന്, പിന്നെയും പിന്നെയും തിന്നുമ്പം ഈ ആടിൻ്റെ മോന്തയെല്ലാം ആയിരിക്കും കിടന്ന് കല്ലേലും പാറയിലും കിടന്ന് ഒരയുന്നത്. നല്ല പച്ചപ്പുണ്ടെങ്കിലേ തിന്നുമ്പോൾ അതിൻ്റെ മുഖത്തിനൊരു കേടും പറ്റാതെ അതിനാവശ്യമുള്ള ഭക്ഷണം കിട്ടത്തുള്ളൂ. അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. നീ എൻ്റെ മേച്ചൽപ്പുറത്താണെങ്കിൽ നീ തിന്നടത്ത് പിന്നെയും പിന്നെയും കിടന്ന് തിരയുകയല്ല. കർത്താവിന് സ്തോത്രം. പുതിയ പുതിയ മേച്ചൽപ്പുറങ്ങളിലേക്ക്, പച്ചയായ മേച്ചൽപ്പുറങ്ങളിലേക്ക്, ഹല്ലേലൂയ, കൊണ്ടുപോകുന്നു എന്ന് മാത്രമല്ല, അടുത്തത് അവിടെ കിടത്തുന്നു. പച്ചമേച്ചിൽപ്പുറത്ത് മേയുക മാത്രമല്ല, അവിടെ ഒരു വിശ്രമം കൂടെ തരുന്നു. ഹല്ലേലൂയ. നമ്മളൊക്കെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു പച്ചപ്പ് കണ്ടാൽ നമുക്ക് അവിടെ ഇരിക്കണമെന്ന് തോന്നും. എന്ന് പറഞ്ഞ പോലെ ഇടയൻ പറയുകയാണ്, കിടത്തുന്നു, വിശ്രമിക്കാനുള്ള അവസരം തരുന്നു. അടുത്തത് സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തുന്നു. സ്തോത്രം. അതും ഇതേപോലെ തന്നെ പച്ചപ്പില്ലാത്ത ഈ നാട്ടിൽ വെള്ളത്തിന്റെ ലഭ്യതയും തീരെ കുറവുള്ളൊരു നാടാണ്. വളരെ ദൂരം സഞ്ചരിച്ച് കഴിയുമ്പോഴാണ് ഈ മൃഗങ്ങൾക്കൊക്കെ കുടിക്കാനുള്ള വെള്ളം എവിടെയെങ്കിലുമൊക്കെ അല്പം കിട്ടാറുള്ളത്. കർത്താവിന് സ്തോത്രം. പർവ്വതപ്രദേശങ്ങളായതുകൊണ്ട് ചിലപ്പോൾ വെള്ളം ഉണ്ടെങ്കിലും അത് കുത്തി ഒഴുകി പാഞ്ഞു വരുന്ന വെള്ളമാണെങ്കിൽ ആ വെള്ളം കുടിക്കാനുള്ള കഴിവ് ആട്ടിൻകുട്ടിക്കില്ല. അതിന് ശാന്തജലം മാത്രം കുടിക്കാനുള്ള കഴിവേ ഉള്ളൂ. കുത്തി ഒഴുകി വരുന്നിടത്ത് നിന്ന് കുടിക്കാനുള്ള ത്രാണിയില്ലാത്ത ഒരു ജീവി ആയതുകൊണ്ട് ഈ നല്ല ഇടയൻ പറയുകയാണ്, കുത്തൊഴുക്കുകളെയൊക്കെ സ്വസ്ഥതയുള്ളതാക്കും. പാഞ്ഞൊഴുകി വരുന്ന ഈ വരവിനെ തടസ്സം ചെയ്ത് കല്ലുകൾ അവിടെ കൊണ്ടിട്ട് അതിൻ്റെ വേഗത കുറച്ച് അത് സ്വസ്ഥമാക്കി തീർത്തതിന് ശേഷം ആടിനെ അവിടെ കൊണ്ടുപോയി കുടിപ്പിക്കുന്ന ഒരിടയൻ. കർത്താവിന് സ്തോത്രം. ഈ ലോക ജീവിതത്തിൽ എന്തുമാത്രം കുത്തൊഴുക്കുകളുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഈ നിലയിടയൻ നോക്കിക്കൊണ്ടിരിക്കുന്നു, എൻ്റെ പൈതലിന് ജീവിക്കാൻ പറ്റുന്നതായ സാഹചര്യങ്ങളെ ക്രമീകരിച്ചിട്ട് ദൈവം നടത്തുന്നു. അവന് കുടിക്കാൻ പറ്റുമെങ്കിൽ, അവൾക്ക് കുടിക്കാൻ പറ്റുമെങ്കിൽ അതിന് തക്കവണ്ണം സാഹചര്യങ്ങളെ ക്രമീകരിക്കുന്നതായ, സ്വസ്ഥതകളെ ഒരുക്കുന്നതായ ഒരിടയൻ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. സ്തോത്രം. സാഹചര്യങ്ങൾ മാത്രമല്ല, വെള്ളം തരിക മാത്രമല്ല, മേച്ചൽപ്പുറങ്ങളിലേക്ക് നടത്തുക മാത്രമല്ല, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ ക്രമീകരണങ്ങൾ ഉണ്ടാകും. സ്തോത്രം. പുറത്ത് പച്ചപ്പ് തരുകയല്ല, പുറത്ത് വെള്ളം തരിക മാത്രമല്ല, എൻ്റെ പ്രാണന് തണുപ്പുണ്ടാകുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. പാലസ്തീൻ നാട്ടിലെ സ്ഥലങ്ങളിലൂടെ പോയാൽ ചിലപ്പോൾ എവിടെയെങ്കിലും ഇച്ചിരി വെള്ളം കിട്ടിയാൽ അതും വലിയ ചൂടുവെള്ളമായിരിക്കും. കർത്താവിന് സ്തോത്രം. എന്നാൽ നല്ല വെള്ളം കൊടുക്കുകയും
കുടിക്കുകയും കിടത്തുകയും അപ്പോൾ തന്നെ പിന്നെ അകത്ത് കുളിർമ കൊടുക്കുക, അകത്ത് തണുപ്പ് കൊടുക്കുക. പുറമേ തണുപ്പ് മാത്രമല്ല, അകത്തൂടെ തണുപ്പ് കൊടുക്കുന്ന ഒരിടയൻ, പ്രാണന് വേണ്ട തണുപ്പ് കൊടുക്കുന്ന, ഹല്ലേലൂയ, അതിനെയും തലോടി തണുപ്പിക്കുന്ന ഒരിടയൻ. സ്തോത്രം. തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്ന ഇടയൻ. ഹല്ലേലൂയ. തിരുനാമ നിമിത്തം, പേര് നിമിത്തം, the name of God, for your name's sake, the name of God, this God has a peculiar name. ഹല്ലേലൂയ. ഈ ലോകത്തിൽ എല്ലാവർക്കും പേരുണ്ടെങ്കിലും സ്തോത്രം, ചിലർക്ക് പേരുള്ളതും ഇല്ലാത്തതും ഒരുപോലാണ്. ചിലരുടെ പേരെന്താണ്? ഒരു നല്ല പേരാണ്. അതുകൊണ്ടാണ് സഭാപ്രസംഗി പറഞ്ഞ നല്ല പേർ സുഗന്ധ തൈലത്തെക്കാളും, നല്ല പേർ സുഗന്ധ തൈലത്തെക്കാൾ. ഇയ്യോബിന്റെ പുസ്തകം 30-ാം അധ്യായത്തിന്റെ 20 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നു, ചിലർക്ക് പേരുണ്ടെങ്കിലും ആ പേരില്ലാത്ത പോലാണ്. അതുകൊണ്ട് പേര് കിട്ടിക്കൊണ്ടായില്ല, പേരിനോടൊപ്പം പേരിന്റെ ഗുണങ്ങൾ ഉണ്ടാകണം, നല്ല പേരായി തീരണം. ഹല്ലേലൂയ. എന്നാൽ ദൈവം തമ്പുരാൻ ദൈവത്തിന്റെ പേരിന്റെ പ്രത്യേകത പറയുകയാണ്. ഇടയനായ ഒരു ദൈവപൈതലിനെ നടത്തുമ്പോൾ ആ നടത്തുന്ന നടത്തിപ്പിന്റെ കാരണം ദൈവത്തിന്റെ പേരിന്റെ പ്രത്യേകതയാണ്. എന്താണ് ആ പേരിന്റെ പ്രത്യേകത? എല്ലാ നാമത്തിനും മേലായ നാമം, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവുമുള്ള നാമം, എല്ലാ കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ നാമം. ഒത്തിരി പ്രത്യേകതകൾ ഈ നാമത്തിനുണ്ട്, ഈ പേരിന്. തിരുനാമം എന്ന് പറയുന്നത് ഒരു അസാധാരണമായ നാമമാണ്. അത് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ള നാമമാണ്. എല്ലാ നാവും ഏറ്റുപറയുന്ന നാമമാണ്. എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമമാണ്. അപ്പോൾ ഇതുപോലെ പേരുള്ള ഒരു നാമം വേറെ ഇല്ല. അത്രയ്ക്ക് പേരുള്ള ആ നാമം, അതുകൊണ്ടാണ് പറഞ്ഞത് ആ നാമം നിമിത്തം, ആ നാമത്തിന് ഇത്ര മഹാത്മ്യമുള്ളതാണ്. ഹല്ലേലൂയ. കുറവുകളൊന്നും ഈ നാമത്തിന് വരാൻ പറ്റത്തില്ല, പേരുദോഷങ്ങളൊന്നും ഈ പേരിന് വരാൻ പറ്റത്തില്ല. ഈ പേരത്ര ഉന്നതമായ നാമമാണ്. ആ ഉന്നതമായ നാമമായതുകൊണ്ട് ഈ പേരിനനുസരിച്ചാണ് തൻ്റെ ദൈവമക്കളെ കർത്താവ് എൻ്റെ ദൈവത്തിൻ്റെ തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കർത്താവിന് സ്തോത്രം. പണ്ടൊരിക്കൽ ഞാൻ പറഞ്ഞ നിങ്ങളോട്, നീതിപാത, നീതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്ട്രെയിറ്റ് എന്നാണ്, നേരെ ഉള്ളത്. റൈച്ചസ് മീൻസ് സ്ട്രെയിറ്റ്. നീതിമാനായ ദൈവം, ഈ ദൈവം നേരെയുള്ള ദൈവമാണ്. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ വഴികളൊന്നും വളഞ്ഞ വഴികളല്ല, എല്ലാം തികഞ്ഞ വഴികളാണ്, നേരെയുള്ള വഴികളാണ്. അതുകൊണ്ട് ഈ ദൈവത്തിന്റെ പേരിനനുസൃതമായിട്ട് തന്നെ ദൈവം നടത്തുന്നവരെയും ദൈവം നേരെ നടത്തും. നീതിപാതകളിൽ, നീതിപാതകളിൽ. ഹല്ലേലൂയ. ദൈവം നടത്തുന്നവരെ ആരെയും ദൈവം വളഞ്ഞ വഴിയിൽ കൂടെ നടത്തത്തില്ല, ഈ ലോകത്തിന്റെ വഞ്ചനയിൽ കൂടെ നടത്തത്തില്ല, വക്രതയിൽ കൂടെ നടത്തത്തില്ല. അതുകൊണ്ട് ഒന്നാമത് വിളിച്ചപ്പോൾ, ഒന്നാമത്തെ പ്രസംഗം നടത്തിയപ്പോൾ തന്നെ അന്നേരത്തെ പ്രസംഗത്തിനകത്ത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പത്രോസ് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷപ്പെടുവീൻ. ഈ തലമുറ എന്താണ്? ഇതൊരു വക്രതയുള്ള തലമുറയാണ്. അതുകൊണ്ട് വിളിക്കുമ്പോൾ, രക്ഷിക്കപ്പെടാൻ പറയുമ്പോൾ ഈ വക്രതയുള്ള തലമുറയിൽ നിന്നാണ് രക്ഷിക്കപ്പെടേണ്ടത്. എ ഡിസെപ്റ്റീവ് ആൻഡ് പെർവേർട്ടഡ് ജനറേഷൻ. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു തലമുറയിൽ ദൈവം നടത്തുന്ന ദൈവത്തിന്റെ പൈതലിനെ ദൈവം സ്ട്രെയിറ്റ് ആയിട്ട് നീതിപാതകളിൽ, നേരെയുള്ള വഴിയിൽ ഹല്ലേലൂയ നടത്തും. അതുകൊണ്ട് ദൈവത്തിന്റെ പേരിനനുസരിച്ച വഴിയിലേ ദൈവം നടത്തത്തുള്ളൂ. ദൈവത്തിന്റെ പേരിന് യോജിക്കാത്ത വഴിയിലൂടെ
ഒരു ദൈവ പൈതലിനെ ദൈവം നടത്തത്തില്ല. ദൈവം നടത്തുകയാണോ ദൈവത്തിന്റെ പേരിനനുസരിച്ചുള്ള വഴി, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള വഴി, ദൈവത്തിന്റെ മഹാത്മ്യത്തിനനുസരിച്ചുള്ള വഴി, ആ വഴിയെല്ലാം നീതിയുടെ വഴികളാണ്, നീതിപാതകളാണ്. ആ പാതകളിലൂടെയാണ് ദൈവം തൻ്റെ മക്കളെ നടത്തുന്നത്. കർത്താവിന് സ്തോത്രം. അങ്ങനെ നടത്തുമ്പോൾ തന്നെ ഈ വഴികളിൽ കൂരിരുൾ താഴ്വരകൾ, സ്തോത്രം. പലസ്തീൻ നാട്ടിൽ ഒരു മേച്ചിൽ പുറത്തു നിന്ന് പിന്നെ ഇത്ര മൈൽ യാത്ര ചെയ്ത് അടുത്ത മേച്ചിൽ പുറത്തേക്ക് പോകുമ്പോൾ, സ്തോത്രം, വലിയ മലയിടുക്കുകൾ, പാറയുടെ പിളർപ്പുകളിലൂടെയൊക്കെ ചെറിയ വഴികളിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ അവിടെ സൂര്യപ്രകാശമോ ഒന്നും പട്ടാപ്പകല് പോലും കിട്ടാത്ത ഇടങ്ങൾ, അവിടെ വലിയ തണല് ഉണ്ട്. ചിലയിടത്ത് തണല് മാത്രമല്ല, പിന്നെ കൂരിരുട്ടുമുണ്ട്. കർത്താവിന് സ്തോത്രം. അപ്പോൾ ഈ യാത്രയിൽ ഈ കൂരിരുട്ടും പ്രയാസങ്ങളും എല്ലാം ഉള്ളതായ ഈ യാത്രയിൽ അങ്ങനെയുള്ള താഴ്വരകൾ, ഭയങ്കര താണ സ്ഥലങ്ങൾ, പാറകളെ കൊണ്ട് നിറഞ്ഞതായ സ്ഥലങ്ങൾ, വനാന്തരങ്ങൾ, വെളിച്ചം പ്രവേശിക്കാത്ത സ്ഥലങ്ങൾ, ഇങ്ങനെയുള്ളതായ സ്ഥലത്തുകൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കൾക്ക് അറിയാമോ, വേദപുസ്തകത്തിൽ ഭയം എന്ന് പറയുന്നത് ഒരു പാപമായിട്ടാണ് വേദപുസ്തകം പറഞ്ഞേക്കുന്നത്. ഫിയർ ഈസ് വൺ ഓഫ് ദ സിൻസ് ഓഫ് ദി ഇന്റേണൽ പേഴ്സൺ, സിൻസ് ഓഫ് ദ സ്പിരിറ്റ്. ആത്മാവിലെ പാപങ്ങളിൽ ഒന്നാണ് ഭയം. അകത്ത് കിടക്കുന്ന ആന്തരികമായ പാപങ്ങളിൽ ഒന്നാണ് ഭയം. ഹല്ലേലൂയ. എന്നാൽ കർത്താവിനോടുകൂടെ നടക്കുന്ന ആ അനുഭവം ഈ ലോകത്തിലെ ദൈവഭക്തരായി ജീവിക്കുന്ന ആളുകളോട് അവരുടെ ജീവിതാവസാനത്തെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ, തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അവർക്ക് പറയാനുള്ളത് കർത്താവിനോടുകൂടെ നടന്നതിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചാണ്. സ്തോത്രം. ഈ 23-ാം സങ്കീർത്തനത്തിൽ എഴുതിയേക്കുന്ന പോലുള്ള ജീവിതത്തിൻ്റെ ഒരുപാട് സാഹചര്യങ്ങളെക്കുറിച്ച് അവർക്ക് പറയാനുണ്ട്, എണ്ണി പറയാനുണ്ട്. താഴ്വരകളിലൂടെ, ഇരുട്ടിലൂടെ, കൂരിരുട്ടിലൂടെ ജീവിതത്തിൽ സഞ്ചരിച്ചതായ സമയങ്ങൾ. എന്നാൽ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഭയപ്പെടാതെ നടക്കുവാൻ തക്കവണ്ണം ദൈവം പ്രവർത്തിച്ച രീതികൾ, ഹല്ലേലൂയ, ആ അനുഭവങ്ങൾ ജീവിതത്തിലുള്ളത് കൊണ്ട് ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. കാരണം നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഒരു കയ്യിൽ കോലുണ്ട്, ഒരു കയ്യിലൊരു വടിയുണ്ട്. സ്തോത്രം. ഇതിലൊന്ന് പ്രയോഗിക്കാൻ വേണ്ടിയുള്ളതാണ്, മറ്റേത് ജീവിതത്തിൻ്റെ ഒരു സപ്പോർട്ടിന് വേണ്ടിയുള്ളതാണ്. സ്തോത്രം. ഹല്ലേലൂയ. ശത്രുക്കളൊക്കെ ആക്രമിക്കാൻ വരുമ്പോൾ, വന്യമൃഗങ്ങൾ, കാട്ടുമൃഗങ്ങളൊക്കെ ആക്രമിക്കാൻ വരുമ്പോൾ അവയെ അടിച്ചോടിക്കാനും പ്രഹരമേൽപ്പിക്കാനും വേണ്ടിയുള്ളതാണ് ഇതിലൊന്ന്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ജീവിതത്തിൽ ഒരു പരിപാലനത്തിന് വേണ്ടി കൊടുക്കുന്നതാണ് രണ്ടാമത്തേത്, നടത്തിപ്പിന് വേണ്ടിയുള്ളതാണ്. ഒരു ദൈവവേദയിൽ പറയുന്നു, എൻ്റെ ജീവിതത്തിൽ ഇത് രണ്ടും കർത്താവ്, സ്തോത്രം, എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്ന പ്രവർത്തികൾ, എനിക്ക് വേണ്ടി ദൈവം നടത്തുന്ന ദൈവത്തിൻ്റെ നടത്തിപ്പുകൾ. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാണുക, നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. അടുത്ത കാര്യം, ദൈവം ഈ ലോകത്തിൽ ഇടയനായിട്ട് എന്നെ നടത്തുമ്പോഴും ഈ ലോകത്തിൽ എനിക്ക് എന്തുണ്ട്? ശത്രുക്കളുണ്ട്. ഹല്ലേലൂയ. കാരണം ഞാൻ കർത്താവിൻ്റെ കൂടെ നടക്കുന്നു, ദൈവം എൻ്റെ ഇടയനായിരിക്കുന്നു. ഇങ്ങനെയുള്ള താഴ്വരയുടെയും ഇരുളിൻ്റെയും അനുഭവങ്ങളൊക്കെ ജീവിതത്തിലുണ്ട്. ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടെ ഒക്കെ ഞാൻ നടക്കുമ്പോൾ എനിക്ക് ദൈവം എന്നോട് പറയുന്ന ഒരു കാര്യമാണ്, നീ ഇതുവരെ എൻ്റെ വീട്ടിൽ വന്നിട്ടില്ല. പിന്നെ
നീ ഒരു അന്യദേശത്തൂടെ നടക്കുന്നത്. സ്തോത്രം. നീ ഒരു പരദേശ പ്രയാണത്തിലാണ്. നീ ഒരു വലിയ യാത്രയിലാണ്, അല്ലെങ്കിൽ ഒരു തീർത്ഥയാത്രയിലാണ്. നീ പരദേശിയായിട്ടാണ് നീ നടക്കുന്നത്. അതുകൊണ്ട് നീ പരദേശിയായിട്ട് നടക്കുന്നിടത്ത് നീ സ്വന്തം നാട്ടിലല്ല. അവിടെ നിനക്ക് ശത്രുത്വങ്ങളും പ്രശ്നങ്ങളും എതിർപ്പുകളും നിന്റെ യാത്രയ്ക്ക് തടസ്സമുണ്ടാക്കുന്ന അനേക വിഷയങ്ങളും ഈ യാത്രയിൽ നിനക്കുണ്ട്. ഹല്ലേലൂയ. അന്യനാട്ടിലൂടെ നടക്കുന്നതുകൊണ്ട്, പരദേശിയായിട്ട് നടക്കുന്നത് കൊണ്ട്, ഈ ലോകക്കാരൻ അല്ലാതെ ഇരിക്കുന്നത് കൊണ്ട്, സ്വർഗീയനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ശത്രുത്വങ്ങൾ, പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ട ജീവിതയാത്രയിൽ ഉണ്ടാകുന്ന ദുർഘടങ്ങൾ, ഹിൻഡ്രൻസസ്, ഹല്ലേലൂയ, ഇങ്ങനെയുള്ളവ ഈ ജീവിതത്തിൽ ഉണ്ടാകുന്നു. എന്നാൽ ആ ശത്രുക്കൾ ഒക്കെയും ഉണ്ടാകുന്ന ഈ യാത്രയിൽ തന്നെ ഇതിന്റെ മധ്യേ ദൈവം പറയുന്നു, ഞാൻ നിനക്കൊരു വിരുന്നൊരുക്കുന്നു. കർത്താവിന് സ്തോത്രം. നിന്നെ നടത്തി കൊണ്ടുപോകുക മാത്രമല്ല, നടത്തി കൊണ്ടുപോകുമ്പോൾ തന്നെ, ശത്രുക്കൾ ഉണ്ടാകുമ്പോൾ തന്നെ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ തന്നെ, ഹല്ലേലൂയ, ഞാൻ നിനക്ക് വേണ്ടി ഒരു പ്രൊവിഷൻ, ഒരു വലിയ കരുതല്. കർത്താവിന് സ്തോത്രം. ഇതിന്റെ എല്ലാ നടുവിൽ നിനക്കൊരു മേശയുണ്ട്. ഹല്ലേലൂയ. ശത്രുവിന് മുമ്പാകെ കഴിക്കാൻ പറ്റത്തില്ല. ശത്രുവിന് മുമ്പാകെ ഭക്ഷണം കഴിച്ചാൽ ഇറങ്ങത്തില്ല. എതിരിന്റെ മുമ്പാകെ ഭക്ഷണം കഴിച്ചാൽ നമുക്കത് രുചികരമായി തോന്നത്തില്ല. നമ്മുടെ ശരീരത്തിനത് ആരോഗ്യമായി വരത്തില്ല. എന്നാൽ കർത്താവ് പറയുക, ഇതിന്റെ എല്ലാ നടുവിൽ ഞാൻ തന്നെ നിന്റെ അതിഥിയായിട്ടങ്ങ് മാറും. കർത്താവിന് സ്തോത്രം. ഞാൻ അതിഥിയായിട്ട് നിന്നെ സ്വീകരിച്ചു കഴിഞ്ഞാൽ, സ്തോത്രം, നിന്റെ സംരക്ഷണം ഞാൻ ഉറപ്പാക്കും, നിന്റെ പരിപാലനം ഞാൻ ഉറപ്പാക്കും. നിനക്ക് സ്വസ്ഥമായി ആഹാരം കഴിക്കേണ്ടതായ ഒരു അനുഭവത്തിലേക്ക് ഞാൻ നിന്നെ നടത്തും. ഹല്ലേലൂയ. അതുകൊണ്ട് ശത്രുത്വത്തിന്റെ മുമ്പാകെ വിരുന്നൊരുക്കി, ഹല്ലേലൂയ, പോഷിപ്പിക്കുന്നതായ ഒരു ദൈവം. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. സ്തോത്രം. ആടിൻപറ്റങ്ങളൊക്കെ യാത്ര ചെയ്യുന്നതായ സമയത്ത് പലപ്പോഴും ആ വനാന്തരങ്ങളിലെ യാത്രയിൽ പലവിധ ജീവികളൊക്കെ വന്ന് ഇതിൻ്റെ തലയ്ക്കൊക്കെ വളരെ കേടുവരുത്താറുണ്ട്, കുത്തി മുറിവേൽപ്പിക്കാറുണ്ട്, ചെറിയ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇങ്ങനെ പല പ്രയാസങ്ങൾ ഇത് അനുഭവിക്കുന്ന യാത്രയിൽ, സ്തോത്രം, ഇവിടെ എൻ്റെ കയ്യിൽ ഒരു പ്രത്യേക ഓയില്, എണ്ണ സൂക്ഷിച്ചിട്ടുണ്ട്. ആ എണ്ണ പുരട്ടി അവയെല്ലാം സൗഖ്യമാക്കുന്ന കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ജീവിതത്തിൽ വരുന്നതായ നമ്മുടെ തലയ്ക്ക് നേരെ വരുന്ന ആക്രമണങ്ങളെ എല്ലാം മാറ്റി നിർത്താൻ കഴിയുന്ന ഒരു ദിവ്യമായ അഭിഷേകം, എണ്ണ കൊണ്ട് അഭിഷേകം. ഹല്ലേലൂയ. ആ പ്രത്യേക അഭിഷേകം ഉണ്ടെങ്കിൽ ഈ ലോകത്തിലെ ദുഷ്ടജീവികളൊന്നും വന്ന് നിന്നെ കൊത്താതെ ഇരിക്കാൻ, തലയ്ക്ക് കേടുവരുത്താതെ ഇരിക്കാൻ, ഹല്ലേലൂയ, വിലയേറിയതൊന്നും അപഹരിക്കാതെ വണ്ണം ഒരു പ്രത്യേക സംരക്ഷണം നൽകാൻ, അവയൊക്കെ അകറ്റി നിർത്താൻ കഴിയുന്ന ഒരു അഭിഷേകം. ഹല്ലേലൂയ. ദുഷ്ടശക്തികൾക്കെല്ലാം പരിശുദ്ധാത്മാഭിഷേകത്തെക്കുറിച്ച് അറിയാം. ഒരു ദൈവവേദലിന്റെ മേലുള്ള അഭിഷേകത്തെക്കുറിച്ച് ഒരുപക്ഷെ വേറെ ഒരു മനുഷ്യന് അറിയത്തില്ലായിരിക്കാം. എന്നാൽ പിശാചിന് നല്ലവണ്ണം അറിയാം. സ്തോത്രം. ഹല്ലേലൂയ. ആ അഭിഷേകം വേർതിരിച്ചു വെച്ചേക്കുന്ന ഒന്നാണെന്ന്, എനിക്ക് അടുക്കാൻ പറ്റാത്ത ഒന്നാണെന്ന്, എൻ്റെ ആക്രമണങ്ങൾക്ക് ശക്തിയില്ലാതാക്കുന്ന ഒന്നാണ് ഈ അഭിഷേകമെന്ന് ആത്മലോകത്തിലെ ജീവികൾക്കെല്ലാം അറിയാം. കർത്താവിന് സ്തോത്രം. ആത്മലോകത്തിലെ ജീവികൾ അഭിഷേകത്തെക്കുറിച്ച് ബോധമുള്ളവരാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. കർത്താവിന് സ്തോത്രം. നേരത്തെ പറഞ്ഞ വാക്യങ്ങളിൽ എല്ലാം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ. ക്ഷാമമുള്ള സ്ഥലം, കിട്ടാത്ത സ്ഥലം,
ഇങ്ങനെയുള്ള എല്ലാറ്റിൻ്റെയും നടുവിൽ ദൈവത്തിന്റെ നടത്തിപ്പ് അനുഭവിക്കുന്ന ദൈവവൈതല് പറയുന്നു, എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു. സ്തോത്രം. ആ അനുഭവത്തിന്റെ ഭാഗമായിട്ടാണ് അടുത്ത കാര്യം പറഞ്ഞത്, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു നമ്മോട് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 45-ാം വാക്യത്തിൽ പറഞ്ഞു, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഞാൻ എൻ്റെ കർത്താവിനെ അനുഗമിക്കാൻ തുടങ്ങുന്നു. എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ കർത്തൃത്വം ഞാൻ ഏറ്റെടുത്തു. എൻ്റെ ഇടയനായിട്ട് എൻ്റെ കർത്താവിനെ ഞാൻ കണ്ടു. ഹല്ലേലൂയ. എൻ്റെ ഇടയനായിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഇടയൻ്റെ ശബ്ദം കേട്ട് ഇടയൻ്റെ പിന്നാലെ പോവുക എന്ന് പറയുന്നത്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഇടയന്റെ കാര്യങ്ങളെക്കുറിച്ച് കർത്താവ് പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, എനിക്കുള്ളവയെ ഞാൻ അറിയുന്നു, എൻ്റെ ആടുകളെ ഞാൻ പേർ ചൊല്ലി വിളിക്കുന്നു. ഒറ്റ 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 ഓരോന്നിനെയും വേറെ 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 അറിയുന്ന ഒരിടയൻ. കർത്താവിന് സ്തോത്രം. ആ ഇടയൻ ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ അനേക ഇടയന്മാരുടെ ആടുകളെല്ലാം അവിടെ കിടപ്പുണ്ടെങ്കിലും തങ്ങളുടെ ഇടയൻ ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ തങ്ങളുടെ ആടുകൾ മാത്രം തലപൊക്കി ആ പ്രത്യേക ശബ്ദം ശ്രദ്ധിക്കും, അത് കേൾക്കും, അത് തങ്ങളുടെ ഇടയന്റെ ശബ്ദമാണെന്ന് ഉറപ്പാക്കും. ചാടി എഴുന്നേറ്റ് ആ ഇടയൻ ശബ്ദം പുറപ്പെടുവിക്കുന്നിടത്തേക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ച് പുറപ്പെടും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ പുറപ്പെടുന്നു, ശബ്ദം കേൾക്കുന്നു, തിരിച്ചറിയുന്നു, നടത്തിപ്പ് അനുഭവിക്കുന്നു, ജീവിതത്തിൽ അതിൻ്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കുന്നത് കൊണ്ട് നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഇടയനെ പിന്തുടരുന്നു, എൻ്റെ ജീവിതത്തിൽ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമെല്ലാം എന്നെ പിന്തുടരുന്നു. അവസാനത്തെ വാചകം, ഞാൻ യഹോവയുടെ ആലയത്തിൽ, ഇംഗ്ലീഷിൽ നിങ്ങൾ വായിച്ചാൽ forever and ever I will abide, I will dwell in the house of the Lord forever, hallelujah, and ever. ഞാൻ എന്തെന്നേക്കും യഹോവയുടെ ആലയത്തിൽ വസിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം അതാണ്. എന്താണ്? ഞാൻ യഹോവയുടെ ആലയത്തിൽ എന്നുവെന്നേക്കും വസിക്കും. കർത്താവിന് സ്തോത്രം. യെരൂശലേം ദേവാലയത്തിൽ തൻ്റെ ഭക്തന്മാർക്കെല്ലാം കൂടെ വസിക്കാനുള്ള സ്ഥലമൊന്നും അവിടെ ഇല്ല. അവിടെ ഇസ്രായേൽ മക്കൾക്കെല്ലാം കൂടെ വസിക്കാൻ സാധ്യവുമല്ല. അവിടെ ആരും അങ്ങനെ എന്നേക്കും വസിക്കുന്നുമില്ല. കർത്താവിന് സ്തോത്രം. എന്നാൽ സ്വർഗത്തിലെ ദൈവം തൻ്റെ നടത്തിപ്പ് അനുഭവിക്കുന്ന, തൻ്റെ പിന്നാലെ അനുഗമിക്കുന്ന ദൈവമക്കളോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, നിങ്ങൾ ഈ ലോകത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കും, പിന്തുടർന്നുകൊണ്ടിരിക്കും. മുമ്പിൽ ഇതൊക്കെ ഉണ്ടാകും, പുറകിൽ ഇതൊക്കെ ഉണ്ടാകും. ഈ കാര്യങ്ങളുടെ ഒക്കെ മുമ്പാകെ നിങ്ങൾ ജീവിക്കും. ഇതിന്റെ എല്ലാ നടുവിൽ മേശ ഒരുക്കും. ഹല്ലേലൂയ. വടിയും കോലും നിങ്ങളെ നടത്തും. ഈ നടത്തിപ്പെല്ലാം അനുഭവിച്ച് ജീവിതത്തിന്റെ കാതലായ കാര്യം എന്താണ്? ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്നുമെന്നേക്കും വസിക്കും. സ്തോത്രം. അതിനു വേണ്ടിയാണ് നടക്കുന്നത്. ഭയപ്പെടാതെ ഇവിടെ നടക്കാൻ വേണ്ടിയല്ല, ഇവിടെ അല്പം സ്വസ്ഥത അനുഭവിക്കാൻ വേണ്ടിയല്ല, ഇവിടെ കുറച്ച് വെള്ളം കിട്ടാൻ വേണ്ടിയല്ല, ഇവിടെ മുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയല്ല, ഇവിടുത്തെ പച്ചപ്പിന് വേണ്ടിയല്ല. ജീവിതത്തിന്റെ കാതലായ കാര്യം, ഞാൻ യഹോവയുടെ ആലയത്തിൽ എന്നുമെന്നേക്കും വസിക്കും. കർത്താവിന് സ്തോത്രം. അനേക സങ്കീർത്തനങ്ങളിൽ ആ കാര്യത്തെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ ആവർത്തിച്ച് പറയുന്നുണ്ട്.
27 സങ്കീർത്തനം 4 വാക്യം നാം എപ്പോഴും വായിക്കുന്ന വേദഭാഗമാണ്. ഞാൻ ഒരു കാര്യം യഹോവയോട് അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ. അതുകൊണ്ട് അവിടെ ഈ പറഞ്ഞ കാര്യങ്ങളെക്കാളൊക്കെ അപ്പുറമായ കുറെ കാര്യങ്ങളുണ്ട്. എന്താണ് അവിടെ ഉള്ളത്? അവിടെ മനോഹാരിതയുണ്ട്, അവന്റെ തേജസ് ഉണ്ട്, അവന്റെ മഹത്വമുണ്ട്, അവന്റെ സൗന്ദര്യം കാണാൻ കഴിയുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അവിടെ പാർത്തുകൊണ്ട് ഇനി അനുഭവിക്കാനുണ്ട്. ഇവിടെ പാർക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ, കർത്താവിന് സ്തോത്രം. എന്നാൽ എനിക്ക് അവിടെ പാർക്കുമ്പോൾ ഇതിനേക്കാളെല്ലാം അപ്പുറമായ കുറെ കാര്യങ്ങൾ എനിക്കിനി കിട്ടാനുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ പാർക്കുമ്പോൾ വെള്ളം, മേച്ചിൽപ്പുറം, പരിപാലനം, സംരക്ഷണം, വെളിച്ചം, ഇരുട്ടിനകത്തൂടെ നടക്കുക, കരുതൽ, ഈ കാര്യങ്ങളെല്ലാം ഇവിടെ കിട്ടുന്നു. കർത്താവിന് സ്തോത്രം. എന്നാൽ ഇതിനേക്കാളെല്ലാം അപ്പുറമായ കുറെ കാര്യങ്ങൾ, ഹല്ലേലൂയ, എനിക്ക് കണ്ട് മനസ്സിലാക്കാനുണ്ട്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 13 അധ്യായത്തിന്റെ 12 വാക്യത്തിൽ പറഞ്ഞ പോലെ, ഇപ്പോൾ ഞാൻ അംശമായി മാത്രം അറിയുന്നു, എന്നാൽ നാം ഒരു ദിവസം മുഖാമുഖമായി കാണും. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, എന്നാൽ ഒരു ദിവസം നമ്മൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ശിശുവിനെ പോലെ കാണുന്നു, എന്നാൽ ഞാൻ വളർച്ച പ്രാപിച്ച് കർത്താവിനെ പോലെ തന്നെ കാണുന്ന ഒരു സമയമുണ്ട്. യോഹന്നാൻ 3 അധ്യായം 1 വാക്യത്തിൽ പറഞ്ഞ പോലെ, പ്രിയമുള്ളവരെ, നാം എന്താകുമെന്ന് ഇതുവരെ നമ്മളെ അറിയുന്നില്ല, എന്നാൽ ഒന്ന് നമ്മൾ അറിയുന്നു, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകയാൽ നാം അവനോട് സദൃശ്യന്മാരാകും. അതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ കാര്യം. നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകയാൽ നാം അവനോട് സദൃശ്യന്മാരാകും. അവിടെ ഞാൻ എന്നേക്കും വസിക്കും. അവിടെ എനിക്ക് അനുഭവിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. വെളിപ്പാട് 20 അധ്യായത്തിൽ കുഞ്ഞാട് നമ്മെ നയിക്കും, കുഞ്ഞാട് നമ്മെ മേച്ചൽപ്പുറങ്ങളിലേക്ക് നയിക്കും. സ്തോത്രം, ഹല്ലേലൂയ. ഇനി അവർക്ക് വിശക്കയില്ല, ഇനി അവർക്ക് ദാഹിക്കയില്ല, ഇനി ഇങ്ങനെയുള്ള അനുഭവങ്ങളിലേക്കൊന്നും പോകുകയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരിടയനാണ് അവൻ്റെ പേരിൻ്റെ മഹത്വത്തിനനുസൃതമായി തൻ്റെ മക്കളെ നടത്തുന്ന ഒരിടയൻ. We need a good shepherd. No one on this earth can take that place. Neither parents, nor siblings, nor anyone. He, the Creator alone, can lead us in this long journey. And if we follow Him, He will take us to that safe place in the end, forever and ever in His temple. Hallelujah. Praise the Lord. നമുക്ക് പ്രാർത്ഥിക്കാം. Thank you, Lord. Thank you, Lord Jesus. Hallelujah, hallelujah, hallelujah. Praise the Lord. Thank you, Chayan Prasad. Hallelujah.